എറണാകുളം മൂവാറ്റുപുഴയിൽ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും അനുകൂലിച്ച ഫ്ലെക്സ് ബോർഡ് കേരളം ജയിച്ചു വി ഡി നയിക്കും വനവാസമല്ല പട്ടാഭിഷേകം എന്നാണ് സതീശന് അനുകൂല ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് മറ്റൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അബ്ദുൾ റഹീമാണ് ചേരുന്നത്. അബ്ദുൾ റഹീം, ഇത് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ഇത്തരം ഫ്ലെക്സുകളില്ലാത്ത കവലകൾ ഉണ്ടാകാൻ സാധ്യതയില്ല, അവിടെ കോൺഗ്രസ് പാർട്ടി സജീവമായി തന്നെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് രണ്ടടുത്താണോ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്? അതൊരു മത്സരബുദ്ധിയോടെയാണല്ലോ നിലവിൽ ഇവരുടെ അണികൾ ഇതിനെ കാണുന്നത്. ശ്യാമിലി, 102ഓളം സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരിച്ച് വരികയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് അണികൾക്കിടയിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് യുദ്ധം നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ നേതാക്കളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെയും ഈ സമാനമായ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴയിലും സമാനമായ രീതിയിൽ വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നു എന്നുള്ളതാണ്. അതിൽ വി ഡി സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകളാണ് ഉയർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്ന വി ഡി സതീശന്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ആ വാചകത്തോട് ചേർത്തുകൊണ്ടാണ് വി ഡി സതീശന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് വനവാസമല്ല ഇനി പട്ടാഭിഷേകം എന്നുള്ളതാണ് ഒരു വാചകമെങ്കിൽ, മറ്റൊന്ന് കേരളം ജയിച്ചു വി ഡി നയിക്കും എന്നുള്ളതാണ് ഇതിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വി ഡി സതീശന് കൂടാതെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായൊരു ഫ്ലെക്സ് ബോർഡ് കൂടി തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ മറ്റൊരു കാര്യം. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ, അതായത് തെരഞ്ഞെടുപ്പിനെ നയിച്ച നേതാവ് എന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. ഏതായാലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെയും സതീശനെ അനുകൂലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുമൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ഈ KC വേണുഗോപാലിനെ അനുകൂലിച്ച് മൂവാറ്റുപുഴയിൽ ഇതുവരെയും ഒരു ഫ്ലെക്സ് ബോർഡ് പോലും ഉയർന്നിട്ടില്ല എന്നൊരു കൗതുകരമായ മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അണികൾക്കിടയിൽ വലിയ ആവേശമുണ്ട്. അതിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെയൊക്കെ തീരുമാനം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ അണികൾക്കിടയിൽ വി ഡി സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും ഒരുപോലെ തന്നെ അനുകൂലമായ ഘടകങ്ങൾ, അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും യുദ്ധങ്ങളും ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് കാണാൻ കഴിയുക. ശരി, അബ്ദുൾ റഹീം.